സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്വാവത് സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തില് 64-ാമത്തെ ദശകം 8 ശ്ലോകമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തതായ ഐശ്വര്യം കൊണ്ട് ഭഗവാനെ തന്നെ വെല്ലുവിളിച്ചു ഇന്ദ്രൻ. തനിക്ക് തരേണ്ടതായിട്ടുള്ള യജ്ഞം ഗോവർദ്ധനാക്കി മാറ്റിയതിന്റെ ദേഷ്യം, പ്രതികാരം, അതിശക്തമായ മഴ, റെഡ് അലർട്ട് കൊടുക്കേണ്ടതാണ് തോന്നുന്നു ഇന്നത്തെ ഭാഷയിൽ പറയാച്ചാൽ അല്ലെ. മഴ ധാരാളം വെച്ചാൽ അലർട്ട്, റെഡ് അലർട്ട്, മഞ്ഞ അലർട്ട് അങ്ങനെയൊക്കെയാണല്ലോ. ആ മാതിരി മഴ അതിശക്തമായിട്ട് പെയ്യിച്ചിട്ടും തെല്ലും ഇളകാതെ ഒരു കൈകൊണ്ട് മാത്രം ഗോവർദ്ധനത്തെ താങ്ങി 7 ദിവസം നിഷ്പ്രയാസം ഭഗവാൻ കൃഷ്ണൻ നിന്നു. നിഷ്പ്രയാസം, ഒരു പ്രയാസമേ ഇല്ല. തളർച്ചയാവട്ടെ, വിഷമാവട്ടെ, കനം താങ്ങാൻ പറ്റാത്ത അവസ്ഥയാവട്ടെ, ഒന്നുമില്ല. 7 ദിവസം കഴിഞ്ഞു, മഴയെല്ലാം പോയി. ഇന്ദ്രന് മനസ്സിലായി തന്റെ ശക്തി പരിമിതമാണ്, അപരിമിതമല്ല, ഇൻഫിനിറ്റീവ് അല്ല. ഭഗവാൻ തരുന്ന ശക്തി മാത്രമേ തനിക്കുള്ളൂ. അങ്ങനത്തെ ഭഗവാനോടല്ലേ കളിച്ചത്, എതിർത്തത്, നശിപ്പിക്കാൻ നോക്കിയത്. എത്ര പാപകർമ്മമായി ഈശ്വര എന്നങ്ങനെ വിചാരിച്ച് കാമധേനുവിനെ കൊണ്ടുവന്ന് പാലഭിഷേകം ചെയ്യിച്ചു. ആകാശഗംഗ കൊണ്ട്, വെള്ളം കൊണ്ടും അഭിഷേകം. ദേവന്മാർക്ക് ഈ 2 അഭിഷേകം പ്രധാനമാണ്. പിന്നെ പലതുണ്ട്. കളഭാഭിഷേകമാവാം, ഭസ്മാഭിഷേകമാവാം, അമൃതം കൊണ്ട് അഭിഷേകമാവാം. പ്രധാനമായിട്ട് സാധാരണ വെള്ളവും പാലുമാണ്. എല്ലാ ദേവന്മാർക്കും എല്ലാ ക്ഷേത്രത്തിലുള്ളത് പാലും വെള്ളവും. മറ്റൊക്കെ വിശേഷ അഭിഷേകങ്ങളാണ്. അത് ഇവിടെ ചെയ്തു ഇന്ദ്രൻ. ഗോവിന്ദ നാമ അങ്കിതം അഭ്യഷിഞ്ചൻ വിശുദ്ധ സത്വന്തപദാമശാന്തം തപോമയം ദുസ്തരജത്തമസ്കം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്തുതിയുണ്ട് ഭാഗവത്തിൽ. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സർവേശ്വര അങ്ങയോട് ചെയ്തതായിട്ടുള്ള ഈ അപരാധം ക്ഷമിക്കണേന്ന് പറയാണ്. തെറ്റ് പറ്റിപ്പോയി, ഇനി ക്ഷമിക്കാൻ പറയുക. അത് ചെയ്ത് തെറ്റായി സമ്മതിക്കുക, പിന്നെ അതല്ലേ വഴിയുള്ളൂ. അഹങ്കാരം കൊണ്ട് ഞാൻ അങ്ങയെ തന്നെ വെല്ലുവിളിച്ചത് എത്ര വലിയ തെറ്റായി എന്നിപ്പം എനിക്ക് തോന്നുകയാണ്. എല്ലാം ക്ഷമിച്ച് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് ഗോവിന്ദനാമ അങ്കിതമഭ്യഷിഞ്ച, ഗോവിന്ദൻ എന്ന പേരോട് കൂടിയിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. അന്ന് മുതൽക്കാണ് ഭഗവാൻ ഗോവിന്ദനായത്. അങ്ങനെ ആ ഗോപന്മാർക്ക് വൈകുണ്ഠം കാണിച്ചു കൊടുത്തു. കൃഷ്ണ, ഞങ്ങൾക്കും വൈകുണ്ഠം കാണണം, പലതൊക്കെ കാണണമെന്നുണ്ടാവും. അച്ഛന് വരുണലോകം കാണിച്ചു കൊടുത്തുല്ലോ. എല്ലാവരോടും കണ്ണടച്ചു. അവരൊക്കെ വൈകുണ്ഠത്തിലെത്തി എന്ന പ്രതീതി അവർക്കുണ്ടായി. നിരീക്ഷ വിഷ്ണു പരമം പദം, പരമപദമായിരിക്കുന്ന വൈകുണ്ഠം ആ ഗോപന്മാർക്ക് കൊടുത്തു. അത് വല്ലാത്തൊരു ആശ്ചര്യം. പെട്ടെന്നൊക്കെ ഉണ്ട് വൈകുണ്ഠം കാണണം എന്ന് പറഞ്ഞാൽ എന്നാ പോവുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ അത്? അല്ലേ, സിനിമയ്ക്ക് പോവുക, ടിക്കറ്റ് എടുക്കുക, ബുക്ക് ചെയ്ത് പോവുക എന്നൊക്കെ പറഞ്ഞ പോലെ വൈകുണ്ഠത്തിലേക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുമോ? അതൊന്നും സാധിക്കണ കാര്യമില്ല. പക്ഷെ ഇവിടെ അത് സാധിച്ചു. എന്താ കാരണം? ഭഗവാനാണ്. ഭഗവാൻ വിചാരിച്ച എന്താ നടക്കാത്ത? പുരത്പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ. ഇന്ദ്രന്റെ അഭിഷേകം, അഹങ്കാരം തീർത്ത കഥ കഴിഞ്ഞു കേട്ടോ. ഇനി വേറെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുവെ ചില തത്വം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ കഥ കഴിഞ്ഞു. അപ്പോൾ ദശകത്തിന് 10 ശ്ലോകം വേണമല്ലോ. 8 ശ്ലോകേ ആയിട്ടുള്ളൂ. അപ്പോൾ 2 ശ്ലോകം കൊണ്ട് ചില കഥകൾ പറയാം. എന്നാ വേറൊരു കഥ തുടങ്ങിയാലോ? കഴിയൂല. ഇനി അടുത്ത് രാസക്രീഡ ഏകദേശം ഇങ്ങനെ തുടങ്ങണ കാര്യമാണ്. അവിടെ 2 ശ്ലോകം കൊണ്ട് കഴിയുമോ? അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞളയാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ദശകം അവസാനിപ്പിക്കുക. പുരത്പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘ ത്വേവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. ഇത് ഉപജാതി വൃത്തമാണ്. ഈ 8 ശ്ലോകവും 9 ശ്ലോകവും. 10ാമത്തെ മാലിനി അടുത്ത ശ്ലോകം. അവസാനത്തെ ശ്ലോകം ഒഴികെ ബാക്കിയൊക്കെ ഉപജാതിയും
ഒന്ന് മാലിന്യാണ്. അവിടെ വൃത്തം മാറുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത് വെച്ചാൽ ഗോപന്മാർക്ക് കിട്ടിയിട്ടുള്ളൊരു മഹാഭാഗ്യം ആനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ. മോക്ഷം എന്ന് പറയുന്നത് കൈവല്യം, അതൊരു മഹാപയോധി സമുദ്രമാണ്. സമുദ്രത്തിന്റെ പ്രത്യേകത, സമുദ്രത്തിൽ മുങ്ങിയാൽ ചുറ്റുപാട് ഒന്നും ഓർമ്മയുണ്ടാവില്ല. സമുദ്രത്തിന്റെ അടുത്ത് പോയാൽ തന്നെ വേറൊന്നും ഓർമ്മയുണ്ടാവില്ല. സമുദ്രം കാണാൻ നിൽക്കുന്ന ഒരാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവാൻ പ്രയാസമാണ്. കാരണം അത്രയും മഹാ അത്ഭുതമാണ് ലോകത്തിലെ സമുദ്രം എന്ന് പറയുന്നത്. ആ അത്ഭുതമാണ്, ഞാൻ പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. വലിയ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലും അത് വലിപ്പമുള്ളൊരു സംഗതി വേറെ ഉണ്ടോ? അതാ അലയടിക്കൽ ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും കരയില്ലാത്ത അവസ്ഥയും കണ്ടാൽ നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്ത വരുമോ? അതിൽ മുങ്ങിയ അവസ്ഥ തന്നെയാണ്. സമുദ്രത്തില് മുങ്ങിയ മരിക്കുക, അതല്ല ഇവിടെ വിഷയം. സമുദ്രമാകുന്ന ആ ഒരു ആശയത്തിൽ മനസ്സ് മുങ്ങിയവർക്ക് എടുത്താൽ മതി. എങ്ങനെയാണോ മറ്റൊരു കാര്യങ്ങളും ഓർമ്മ വരാത്തത്, അതുപോലെ ഇവിടെ കൈവല്യമാകുന്ന മോക്ഷം. സാധാരണ സമുദ്രം തന്നെ എങ്ങനെയാണെങ്കിൽ ബ്രഹ്മാനന്ദം തുളുമ്പുന്ന ആ സമുദ്രത്തിന്റെ കഥ എന്താവും? അപ്പൊ അതിലിവരൊക്കെ മുങ്ങി. ഗോപസംഗാഹ ആനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ. കൈവല്യമാകുന്ന മഹാസമുദ്രത്തിൽ ഇവർ കുറച്ചു നേരം ഇങ്ങനെ മുങ്ങി മറ്റതൊക്കെ മറന്നു. ഈശ്വരഭാവത്തിനുള്ളൊരു പ്രത്യേകതയാണ്. നമുക്ക് ഏത് കാര്യം കൊണ്ടും മറ്റൊരു കാര്യത്തിനെ അത്ര വേഗം മറക്കാൻ സാധിക്കില്ല. കാരണം ഉള്ളിലുള്ളത് ഉള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ, ഇവിടെ പോയാലും നമ്മുടെ ഉള്ളിലുള്ളത് ഉള്ളിലുണ്ടാവും. ചിലത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്, ഒരാളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ വിഷമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, എന്തോ പൈസ പോയി എന്നോ അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യം മറക്കാൻ വേറൊരു കാര്യം ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. നല്ലൊരു വേദന മുറിയോട് സൃഷ്ടിക്കുക ശരീരത്തിലെ. ഇപ്പൊ തന്റെ പൈസയെ കുറിച്ചുള്ള ആശങ്ക എവിടെ പോയിടൂ? അതൊക്കെ പോയി ഈ വേദന എന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. ഒരൊറ്റ ചിന്ത ഇപ്പോഴുള്ളൂ. അപ്പൊ ദുഃഖമായിട്ടുള്ള വേദന, ശരീരത്തിൽ തട്ടിയ വേദന വന്നാൽ നമ്മൾ മറ്റൊരു പ്രശ്നം ഓർക്കില്ല, ഓടും ഡോക്ടറുടെ അടുത്തേക്ക്, ഇല്ലേ? അത് ദുഃഖകരമായ ഭാവം. ആനന്ദം കൊണ്ട് എങ്ങനെ മറപ്പിക്കുക? ആനന്ദം കൊണ്ട് മറപ്പിക്കാൻ ഭാഗവതോ ഈശ്വര കഥയോ മാത്രമേ പറ്റൂ. വേറൊന്നുകൊണ്ട് നമ്മുടെ മനസ്സ് പോവില്ല. ഏതിലാണോ ഒട്ടിപ്പിടിച്ചത് എന്നിങ്ങോട്ട് പോരുക എന്ന് പറഞ്ഞുണ്ടല്ലോ, എളുപ്പമൊന്നുമല്ല. ചങ്ങലിട്ട് തളച്ച പോലെ അത്രേ പ്രപഞ്ചം. പക്ഷേ ഈശ്വര കഥകൾ കേട്ടു നോക്കൂ, ക്രമേണ നമ്മുടെ മനസ്സ് അതിൽ നിന്നൊക്കെയാണ് പോകും. അതാണ് ഇവിടെ കൈവല്യ മഹാപയോധോ നിമഗ്ന. ഭഗവാൻ ഇവരെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ച് മോക്ഷസുഖം നൽകി പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ മാറ്റി മനസ്സിനെ. യാതൊന്നിലും ഇവർക്ക് ആസക്തിയില്ലാത്ത ഉദ്ധൃത അവരെ ഉദ്ധരിച്ചു. ഉദ്ധരേത് ആത്മാനം എന്ന ഗീത. അങ്ങനെയാ നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കേണ്ടത്. ഇത് തന്നെ ചിന്തിക്കുക. നേരം വിളിച്ചായ അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, അതെങ്ങനെ നേരിടും, ഇതെങ്ങനെ, കുറച്ച് ഇതിനൊരു അവധിയും കൊടുക്കണ്ടേ? നമുക്ക് വയ്യാണ്ടായ നമ്മൾ വിശ്രമിക്കുന്നുണ്ട്. മനസ്സിന് വിശ്രമം അപ്പോഴും കൊടുക്കാറില്ല ചിലരും. അതുകൊണ്ടാ ഉറങ്ങാത്തത്. മനസ്സിനും വിശ്രമം വേണേ. ശരീരത്തിന് മാത്രം വിശ്രമം കൊടുത്തോണ്ട് കാര്യമില്ല, മനസ്സിനാണോ ശരിക്കും വേണ്ടത്. അല്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പൊ അതിനൊക്കെയാണ് ഈ ധ്യാനം, മെഡിറ്റേഷൻ, മറ്റതൊക്കെ മറക്കാനുള്ള ചില വിദ്യ. ചില കഥകൾ കുറച്ച് ഇരുന്ന് കേൾക്കുക, ലേശ സമയം അതിന് ചെലവാക്കുക, ഒക്കെ വളരെ ധന്യമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും വേസ്റ്റ് അല്ല എന്നർത്ഥം. അങ്ങനെ ഇവരെ മുക്കി ചിരം നിമഗ്നാഖലു ഗോപസംഗ തേവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. പക്ഷെ ഇവിടെ ഉദ്ധൃത എന്ന് പറഞ്ഞത് വിപരീത അർത്ഥത്തിലാണ് കേട്ടോ. ആനന്ദമാകുന്ന സമുദ്രത്തിൽ മുക്കിയിട്ട് അതിൽ നിന്ന് മാറ്റി എന്നാ പറയണം ഉദ്ധൃത. ലോകത്തിലേക്ക് കൊടന്നു. ലോകത്തിലേക്ക് വരാനോ പറ്റില്ലല്ലോ, അങ്ങനെ തന്നെ ഇരുന്നാൽ പിന്നെ എന്താ കാര്യം നടക്കുക? അതുകൊണ്ട് ഇവിടെ ഉദ്ധൃത എന്നുള്ള വാക്കിന് സംസാരത്തിലേക്ക് വന്നു എന്നർത്ഥം വരിക. ശരിക്കും പറഞ്ഞു വരിക വെച്ചാൽ എവിടേക്കാ മുക്കിയത് ആനന്ദ സമുദ്രത്തിലേക്ക്. അപ്പൊ പൊന്തിച്ചതോ സംസാരത്തിലേക്ക്. തിരിച്ചും പറയും, സംസാരത്തിൽ മുങ്ങിയിട്ട് ഈശ്വരനിലേക്ക് ഉയർത്തിയതെന്ന് പറയും. രണ്ടും ശരിയാണ്. ഒന്നെന്ന് മറ്റേലേക്ക് മാറിയെന്ന് മാത്രം, അത്രയേ ഉള്ളൂ.
അപ്പൊ ഇവിടെ ഇപ്പോ ഉദ്ധൃത എന്ന് പറഞ്ഞാൽ ആനന്ദ സമുദ്രത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്നു. കാര്യം ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങണ്ടേ. പുരത്പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ. ആ 2 വരി കൈവല്യ സമുദ്രാണ്. ചിരം നിമഗ്ന, അതിൽ മുക്കി എന്ന് ഇനിയുള്ള വരിയിൽ പറഞ്ഞു. കയറ്റും ചെയ്തു എന്ന് പറഞ്ഞു. രണ്ടും ഉണ്ടായി. ശിരം നിമഗ്നാകലു ഗോപസംഘ, ഒന്ന് അതിലേക്ക് തന്നെ മുക്കി, അത് നിങ്ങട് കയറ്റും ചെയ്തു പ്രപഞ്ചത്തിലേക്ക്. സ്വൈവ ഭൂമൻ സ്ത്വൈവ ഭൂമൻ സ്ത്വൈവ ഭൂമൻ പുനരുത്ഥാർത്ഥേ, ആ ആനന്ദ സമുദ്രത്തിൽ നിന്ന് പൊക്കി സംസാര ദുഃഖം പിന്നെ അവിടേക്ക് തന്നെ കൊടുന്നു. ഈ മാലിന്യാണ് വൃത്തം. കരബദരവദേ വായിക്കുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ കുറച്ച് ശ്രദ്ധിച്ച് വായിക്കണം. കര ബദര വത് ഏവം 3 വാക്കുണ്ടായില്ല, ഓർത്താൽ മതി. കരം കയ്യ്, ബദരം നെല്ലിക്ക, ഏവം ഇപ്രകാരം. എന്താർത്ഥം വരിക? കയ്യിലത്തെ നെല്ലിക്ക പോലെ. ഒരു നെല്ലിക്ക കൈ പിടിക്കാനോ വല്ല വിഷമമുണ്ടോ? വലിയൊരു ചാക്കുംപടിയോ സഞ്ചിയോ ലഗേജ് അച്ഛ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നെല്ലിക്കല്ലേ. കരബദരവത് ഏവം, കരബദരവത് ബദരവത്, ബദരവത് പ്ലസ് ഏവം ബദരവദേവം, കരബദരവത് ഏവം ദേവ കുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം. തത്വങ്ങളാണ് ഇവിടെ പറയണത്. തൻ്റെ കൂടെയുള്ളവർക്ക് വൈകുണ്ഠം കാണിച്ചു കൊടുക്കുക. ദർശിതം ഏതുപോലെ? കയ്യിലത്തെ നെല്ലിക്ക പോലെ. വൈകുണ്ഠം കാണണോ? കണ്ണടച്ചോളൂ, ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഏത് അവതാരത്തിൽ ഭഗവാൻ ചെയ്തിട്ടുണ്ട്? കൃഷ്ണാവതാരം ഒഴികെ വേറെ ഒരു അവതാരത്തിലും അല്ലയോ ഭഗവാനെ കയ്യിലത്തെ നെല്ലിക്ക പോലെ അനായാസേന കൂടെയുള്ളവർക്ക് വൈകുണ്ഠം അങ്ങ് കാണിച്ചു കൊടുക്കണ്ടായിട്ടില്ല. ഇത് കൃഷ്ണാവതാരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ? രാമാവതാരത്തിൽ പക്ഷിയായിട്ടുള്ള വൈകുണ്ഠത്തിന്, താണ സ്ത്രീയായിട്ടുള്ള ശബരിക്ക്, കൃഷ്ണാവതാരത്തിൽ ഗോപികൾക്ക്, അസുരന്മാർക്കും മോക്ഷ കൊടുത്ത്. ഊതനയാവട്ടെ, ശകടാസുരനാവട്ടെ, അസുരന്മാർക്ക് എത്രയോ വിപുലമായിട്ടുള്ള തരത്തിലുള്ളവർക്കൊക്കെ മോക്ഷം പക്ഷഭേദം കൂടാതെ കൊടുത്ത അവതാരമാണ് കൃഷ്ണാവതാരം. അതെ, രാമാവതാരം അതെ. ഗുഹൻ മുക്കുവർ വംശത്തിൽപ്പെട്ട് തോണി തുഴഞ്ഞു നടക്കുന്ന ആളാണ് ഗുഹൻ. ഇത്ര ഭക്തനായിരുന്നു. രാമൻ മാറോട് ആലിംഗനം ചെയ്തു. അവിടെ ജാതി സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമല്ല. മനസ്സിന് മനുഷ്യന് നന്മയാണ് വേണ്ടത്. കൃഷ്ണനും രാമനും ഒക്കെ അതാണ് കാണിച്ചു തരുന്നത്. തതിക പശുപരൂപി തൊങ്കി സാക്ഷാത് പരാത്മൻ, ഗോപാലന്റെ രൂപത്തിലുള്ള പരമാത്മസ്വരൂപം തന്നെയാണ് കൃഷ്ണ അവിടുന്ന്. അതുകൊണ്ട് ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ, ശ്രീകൃഷ്ണായ പരമാത്മനേ നമ എന്ന് കൃഷ്ണഭക്തന്മാർ ചെല്ലുന്നതാണ് ഇടയ്ക്കൊക്കെ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ആരാ കൃഷ്ണൻ? പരബ്രഹ്മം. ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. അവിടെ പറയുന്നത് തതിക പശുപരൂപി ത്വം ഹി സാക്ഷാത് പരാത്മ, അങ്ങ് പരമാത്മാവാണ്, അതിൽ സംശയമൊന്നുമില്ല. പവനപുരവാസിൻ പാഹിമാമേഭ്യ, എന്നെ ദുഃഖത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.